Acts chapter 26 verse 16. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം, നീ എന്നെ കാണുന്നതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ഒരു മനുഷ്യായുസ്സിൽ സ്വതവേ ചെയ്യാൻ കഴിയാവുന്ന പല കാര്യങ്ങൾ, അതിലൊരു കാര്യമാണ് ഉറങ്ങാൻ കഴിയും. പകൽ ഉറങ്ങാൻ കഴിയും, രാത്രി ഉറങ്ങാൻ കഴിയും. പരസഹായം കൂടാതെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ മനുഷ്യന് സ്വതവേ ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്, ഉണരാൻ കഴിയത്തില്ല. 3-ാം സങ്കീർത്തനം 5-ാം വാക്യമാ ആ കാര്യമാ, യാഥാർത്ഥ്യമാ വിളിച്ചറിയിക്കുന്നത്. ഞാൻ കിടന്നുറങ്ങി, നീ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു. നാം എല്ലാം ഇന്നലെ രാത്രി കിടക്കയിലേക്ക് പോയി. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ സൃഷ്ടികർത്താവ് ഒരമ്മയെ പോലെ നമ്മുടെ കിടക്കയിലടുക്കൽ വന്ന് രാവിലെ തട്ടി ഉണർത്തിയത് കൊണ്ടാണ് ഈ പ്രഭാതം നമ്മൾ കണ്ടത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയണം. എന്നേക്കാൾ കരുത്തരായ അനേകർ സ്വതവേ ഉറങ്ങാൻ, അവരെ ഉണർത്തുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നാഞ്ഞതിനാൽ അവർ ഈ രാവിലെ സമയം കണ്ടില്ല. അപ്പൊ കിടക്ക വിടുമ്പോൾ ആദ്യം നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഈ കാര്യം കൊണ്ടാണ് ഇന്നും ദൈവം എന്നെ ഉണർത്തും. അങ്ങനെ ദൈവം നമ്മുടെ ആയുസ്സിനോട് ഒരു ദിവസം കൂടെ ദാനമായി കൂട്ടിച്ചേർത്ത് തന്നിരിക്കുകയാണ്. ഒരു ദിവസവും നമുക്ക് സ്വതവേ സമ്പാദിക്കാൻ കഴിയത്തില്ല. നന്ദിയുള്ളവരായി ഇതിന്റെ ഓരോ മൈക്രോ സെക്കൻഡും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ദൈവം ഉണർത്തിയവരിലും ദൈവം പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം പ്രൈസരോ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധാപൂർവം ദൈവം തരുന്ന ഓരോ ദിവസങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാം. ഇന്ന് വായിച്ച വേദവാക്യത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയും. എന്നാൽ നമുക്ക് സ്വതവേ ഒരു നിയമനം സമ്പാദിക്കാൻ കഴിയത്തില്ല. ഒരു നിയമകർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ നാം ഒരു ദൗത്യത്തിന് നിയമിക്കപ്പെടത്തുള്ളൂ. ദൈവത്തിന് മഹത്വം. ദൈവം ഒരാളെ നിയമിക്കുമ്പോൾ ആരുടെയും റെക്കമെൻഡേഷൻ സ്വീകരിക്കാറില്ല. സന്തോഷമുള്ളവർ സഹോദരൻ പറഞ്ഞേ ദൈവത്തിന് മഹത്വം. ലോകത്തിലെ സ്ഥാപനങ്ങൾ, ലോകത്തിലെ ഉന്നത സ്ഥാനീയർ മറ്റുള്ളവർക്ക് നിയമനം കൊടുക്കുമ്പോൾ അവരെ നേരിൽ കണ്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, അവർക്ക് നിയമനം കൊടുക്കാൻ പോകുന്നതിനുള്ള യോഗ്യതകൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെല്ലാം അവരുമായി സംസാരിച്ച് സമ്പർക്കം പുലർത്തി ഉറപ്പുവരുത്തി അതിനുശേഷമാണ് ഒരു നിയമനം കൊടുക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ഒരു എഞ്ചിനീയർ ആകാൻ എഞ്ചിനീയറിംഗ് ബിരുദം വേണം, പാലം നിർമ്മിക്കാൻ. ടീച്ചറാകാൻ അതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത വേണം. നേഴ്സാകാനും ഡോക്ടറാകാനും എല്ലാം വേണം. എന്നാൽ ഒരു എഞ്ചിനീയറെയും ഒരു ഡോക്ടറെയും ഒരു നേഴ്സിനെയും ഒരു ടീച്ചറെയും വിളിച്ച് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെന്ന് ചിന്തിക്കാതെ കർത്താവിന്റെ വേലയ്ക്കാക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം പ്രൈസലോ. കർത്താവിന് അനുകൂലമായി നടന്ന വ്യക്തിയല്ല ശൗല്. സുവിശേഷത്തിനും യേശുവിന്റെ മാർഗത്തിനും എതിരായി നടന്നവനെ യേശു പിടിച്ചു, നിയമിച്ചവനെ തിരുത്തിയാണ് കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് മഹത്വം. മാത്രമല്ല വഴിയിലൊരു വെളിച്ചം അയച്ച് അവനെ തള്ളിയിട്ടു. സന്തോഷമുള്ള സ്തോത്രം പറഞ്ഞേ. തള്ളിയിട്ടേച്ച് പറഞ്ഞേക്ക, നീ ഇപ്പൊ എഴുന്നേക്ക്. കണ്ടോ, ശൗലിന്റെ ജീവിതത്തെ വട്ടപൂജ്യമാക്കി. ഇനി എങ്ങോട്ട് പോകണം, ഇനി എന്ത് ചെയ്യണം? വളരെ വിദ്യാസമ്പന്നനാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ബിരുദത്തിൽ ഉന്നതമാണ്. അങ്ങനെ അഭ്യസനം ലഭിച്ചവർ, സന്നദ്ധി സംഘത്തിലെ അംഗം, വളരെ വലിയ പണക്കാരന്റെ മകൻ, ഇതെല്ലാം ഉള്ളപ്പോൾ തനിക്ക് എന്ത് ചെയ്യാൻ കഴിവും
ഉണ്ടെന്നറിഞ്ഞ് അറിവുണ്ടായിരുന്ന വ്യക്തിയെ കർത്താവ് തടഞ്ഞു നിർത്തിയപ്പോൾ ശൗല് കണ്ണു കാണാൻ കഴിയാത്തവനായി. മറ്റുള്ളവർ പിടിച്ചുകൊണ്ടു പോകണം, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. കർത്താവ് ഒരുവനെ നിയമിക്കുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിടിച്ചൊരുക്കിയാണ് നിയമിക്കുന്നത്. സന്തോഷമുള്ള സ്വതന്ത്രം പറഞ്ഞാലേ ദൈവത്തിന് മഹത്വം. ശൗല് ഉപവസിച്ചില്ല, ശൗല് പ്രാർത്ഥിച്ചില്ല, ശൗല് ആഗ്രഹിച്ചില്ല, ശൗല് എതിർക്കുകയാ ചെയ്തത്. ഇതൊന്നും ഓർക്കാതെ കർത്താവിന്റെ വലിമേൽ ശൗലിനെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. വലിയൊരു പ്രകാശം അയച്ചിട്ട് അവന് കാഴ്ച കൊടുക്കുകയല്ല, അവന്റെ കാഴ്ചയെ എടുത്തു കളഞ്ഞു. ലോകത്തിന്റെ വഴിയിലൂടെ അല്ല, ലോക നിയമനം കൊടുത്തതുപോലെയല്ല കർത്താവ് നിയമനം കൊടുത്തത്. ഈ ലോകത്തിന്റെ വെളിച്ചം കൊണ്ട് എല്ലാവരും കാണുമ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചം അല്പം കൂടെ കൂട്ടിക്കൊടുത്ത് കാഴ്ച എടുത്തു കളഞ്ഞ ശേഷം ഒന്നേന്ന് തുടങ്ങുകയാണ്. പിന്നെ കാണാനായിട്ട് അവസരം തുറന്നു, അവന്റെ കണ്ണ് തുറന്നു. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ നേരിൽ കണ്ടു. ഒരു സ്വതന്ത്രം പറഞ്ഞേ, സ്വതന്ത്രം. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ആയുസ്സിൽ ദൈവമാണ് ദിവസങ്ങൾ കൂട്ടിത്തരുന്നത്. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നാം സാക്ഷികളാകണം. വരും ദിവസങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളാകാൻ നമുക്ക് ആത്മാർത്ഥമായ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിന് മഹത്വം. സാക്ഷ്യം പറയാൻ ഏതവസരത്തിലും പറ്റും. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരിക്കൽ വന്ന് പ്രസംഗിച്ച ഒരു വെള്ളക്കാരനായ പാസ്റ്റർ തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. തന്റെ യൗവനകാലത്ത് മാരക രോഗത്താൽ പിടിക്കപ്പെട്ട് എല്ലാവരാലും കൈവിടപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലെ സെല്ലിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുമ്പോൾ ഡോക്ടർ അവസാനമായി അവന്റെ കേസ് ഷീറ്റിൽ എഴുതി ഇത്ര മണിക്ക് ചെറുപ്പക്കാരൻ മരിക്കുമെന്ന്. അവനെ നോക്കാൻ വേണ്ടി വന്നതായിട്ടുള്ള നേഴ്സ് മറ്റാരും ആ മുറിയിൽ ഇല്ലാതിരിക്കുമ്പോൾ അവന്റെ കേസ് ഷീറ്റ് വായിച്ചു. ഇവന്റെ മരണസമയം ഡോക്ടർ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അവസാന ഡോസ് മരുന്ന് കൊടുക്കുവാൻ അവർ മടിച്ചിട്ട് വിശ്വാസിയായ പരിശുദ്ധാത്മ നിറവുള്ള ആത്മനിയോഗമുള്ള സുവിശേഷ വെളിച്ചമുള്ള ആ സഹോദരി അവിടെ മുട്ടുകുത്തി. ദൈവമേ, ഇവന്റെ അമ്മ ഇവിടെ ഇല്ല, ഇവന്റെ അപ്പനില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല, ഇവൻ മരിക്കുന്ന നിമിഷം കാണാൻ ആരുമില്ല. ഇവനെ കുറിച്ച് അവിടുത്തെ ഉദ്ദേശം എന്തെന്ന് സംസാരിക്കണം. അവളെ ആത്മാവിനാൽ ദൈവം നിറച്ചിട്ട് പറഞ്ഞു അവനെ കോരിയെടുക്കാൻ പറഞ്ഞു. ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ. അപ്പോഴത്തേക്ക് അവൻ ഭാരമെല്ലാം കുറഞ്ഞു മെലിഞ്ഞൊരു ചെറുപ്പക്കാരനായി. ആ സഹോദരി അവനെ മധ്യവയസ്കയായ സ്ത്രീ അവനെ കയ്യിലെടുത്ത് ആ മുറിയിലെല്ലാം ആത്മാവിൽ ചുറ്റി നടന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് മതിയെന്ന് ഹൃദയത്തിൽ തോന്നിച്ചപ്പോൾ അവനെ തിരിച്ചു കടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ മരണത്തിന്റെ റിപ്പോർട്ട് എഴുതാൻ വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ കട്ടിൽ കൈയൂന്നി എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത്. അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു യേശു ജീവിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്റെ മുറിയിൽ ഒരു മിഷണറി വന്നില്ല, ഒരു പാസ്റ്റർ വന്നില്ല, ഒരു പുരോഹിതൻ വന്നില്ല. ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ കടന്നു വന്ന ഒരു നേഴ്സ്. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മ ഉള്ള വ്യക്തിയായിരുന്നത് കൊണ്ട് ആത്മനിയോഗത്താൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇന്ന് ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്, ഞാനൊരു പാസ്റ്ററാണ്. എനിക്ക് 10 അസിസ്റ്റന്റ് പാസ്റ്റർമാരുണ്ട്. എൻ്റെ സ്റ്റേറ്റിലെ ഗവർണർ എൻ്റെ സഭയിലെ അംഗമാണ്. ദൈവത്തിന് മഹത്വം. ഇത്രമാത്രം ദൈവം എന്നെ ഉപയോഗിച്ചു. ഒരു സഹോദരി ആത്മനിറവുള്ളവളായതുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകേണ്ട ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പകൽവേളയിൽ നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ സുവിശേഷം പറയുവാൻ, ലഭിക്കുന്ന അവസരങ്ങൾ സാക്ഷ്യം പറയുവാൻ നാം ആത്മനിറവിൽ ഉത്സാഹമുള്ളവരായിരിക്കുമെങ്കിൽ, സന്തോഷമുള്ളവർ സ്തോത്രം പറഞ്ഞ്, മറ്റാർക്കും കടന്നു ചെയ്യാൻ വയ്യാത്ത രംഗങ്ങളിൽ ദൈവം നമ്മെ അയക്കും, ദൈവം നമ്മെ ഉപയോഗിക്കും. പൗലോസിനോട് സ്തോത്രം കർത്താവിന് പറയാനുള്ളത്, നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. സ്തോത്രം പ്രൈസിലോ നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്നെ കണ്ടതിന്. 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പൗലോസ് സ്തോത്രം യേശുക്രിസ്തു. 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ പൗലോസ്. ചില ബൈബിൾ തിരുത്തുന്നതുകൊണ്ട് ഞാൻ ആ വേദഭാഗം വായിക്കാം. 16-ാം അധ്യായം 22-ാം അധ്യായം 17-ാം വാക്യം.
പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. പരിശുദ്ധാത്മ വിവശത ആത്മീക ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം സ്വതവേ പ്രാർത്ഥിച്ച് ആത്മവിവശതയിലാക്കണം. സന്തോഷമുള്ള സ്തോത്രം പറഞ്ഞ് ആരാധിക്കുമ്പോൾ വിവശതയിലായിരിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. വിവശതയിലായാൽ വീണാൽ അതിനകത്ത് അപാകതയുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും വന്ന് നമ്മുടെ മേൽ കൈവച്ച് തെള്ളിയിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ചിലർ ആ ശുശ്രൂഷയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മ വിവശ വചനപ്രകാരം ഒരു സത്യമാണ്. വിവശത വന്നാൽ നാം സ്തോത്രം പ്രൈസറോട് ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്ത ആത്മീകമായ അത്ഭുതങ്ങൾ കാണും. പ്രാർത്ഥനയുടെ ഒരു ക്ലൈമാക്സിലാണ് നാം വിവശതയിലാകുന്നത്. നാം നമ്മുടെ ആവശ്യങ്ങൾ എണ്ണി അങ്ങ് പറഞ്ഞു വിടുന്നതിലുപരി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് സമയം വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ ജാഗരിക്കുമ്പോഴാണ് നാം വിവശതയിലാകുന്നത്. ഈ ദിവസങ്ങളിൽ നീ എന്നെ കണ്ടതിന്, എന്നോട് കേട്ടതിന് നീ സാക്ഷിയാകണം. തീർന്നില്ല, ഇനി ഞാൻ നിനക്ക് വെളിപ്പെടുവാൻ പോകുന്നതിന് നീ സാക്ഷിയാകണം. ഇതുവരെയും നാം എല്ലാവരും ആത്മീകമായി പല അനുഭവങ്ങളും പ്രാപിച്ചവരാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായ നമുക്കെല്ലാവർക്കും ചേർന്ന് പറയാം, ആത്മവിവശതയുടെ ഒരു അനുഭവം എനിക്ക് തരണമേ. ആത്മവിവശനായി, ആത്മവിവശതയുള്ളവളായി ആത്മീകമായ വലിയ കാര്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഗ്രഹിച്ച് അത് പറയുന്ന ഒരു ആത്മീകമായ പുത്തൻ അനുഭവത്തിലേക്ക് സഭയായി, വ്യക്തികളായി ഞങ്ങളെ കരം പിടിച്ചുയർത്തണമെന്ന് നമുക്കെല്ലാവർക്കും ആത്മസമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. ആത്മവിവശത എന്ന അത്യത്ഭുതകരമായ അനുഭവത്തിലേക്ക് നാം എല്ലാം ഉയരുമെങ്കിൽ ബുദ്ധിയുടെ മണ്ഡലങ്ങളെല്ലാം നാം അബലമാക്കി ആത്മാവിന്റെ നിറവിൽ ദൈവത്തോട് സംസാരിപ്പാൻ ദൈവശബ്ദങ്ങൾ സ്വർഗത്തിന്റെ ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് അയക്കും. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ഒരാൾ മുന്നോട്ട് വന്നപ്പോഴേ പ്രതികൂലമായി. ഇന്നുള്ള അഭിഷേകം കൊണ്ട് നമുക്ക് സുവിശേഷം ദേശത്ത് പ്രചരിപ്പാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇന്നുള്ളതിലും പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന ഒരാത്മ പകർച്ച നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം പ്രൈസലോ. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ. നാം ഉദ്ദേശിക്കുന്നതിലും സംഘടിതമായി ഒരാളെങ്കിലും മുമ്പോട്ട് വന്നാൽ അവരെ വിടാതിരിക്കുവാൻ എല്ലാവരും ജാതി മതഭേദമന്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നില്ല കർത്താവ് ഇവിടെ വന്നപ്പോൾ. സ്വന്തം ജനമാകുന്ന യഹൂദൻ പോലും എതിരായിരുന്നു. ഒരു കുരുടൻ കാഴ്ച പ്രാപിച്ചാൽ അവനെ ശാസിക്കുമായിരുന്നു, അവന്റെ മാതാപിതാക്കന്മാരെ ശാസിക്കുമായിരുന്നു. ആ വിധത്തിലായിരുന്നു അന്നും ഇന്നും. എന്നാൽ യേശുവിന്റെ സുവിശേഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പ്രതികൂലത്തിലും വളരുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. പ്രതികൂലം സുവിശേഷത്തിന് ഏറ്റവും പറ്റിയ വളമാണ്. ഒരു സ്തോത്രം പറഞ്ഞ് ഈ വളം വർദ്ധിക്കാമെങ്കിൽ തഴച്ചു വളരും സുവിശേഷം. ഈ പ്രതികൂലത്തിൽ മാത്രമേ നാം കരുത്താർജിക്കത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കണ്ടു, യേശുവിന്റെ ശബ്ദം കേട്ടു, യേശുവിന്റെ സാക്ഷിയായി. നമുക്കും ഇന്ന് പകൽവേളയിൽ നമ്മുടെ കൊച്ചു ജീവിതം സമർപ്പിക്കാം. എന്നെ കൊണ്ട് അവിടത്തേക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, ഉപയോഗമുണ്ടെങ്കിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു സ്വതന്ത്രം മികവേറിയ ആത്മീക അനുഭവത്തിലേക്ക് എന്നെ കരം പിടിച്ചുയർത്തണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും കരം പിടിച്ചു ഉയർത്തട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.